പൂക്കളും പൂമ്പാറ്റകളും പച്ചയണിഞ്ഞ പ്രകൃതിയും വർണ്ണഭംഗിയുള്ള ചെടികളും ഒക്കെ അടങ്ങിയ സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കിച്ചണിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഒരാൾ. എനിക്ക് സെക്യൂരിറ്റിയായി ഒരു പുലിക്കുട്ടനെ പോലെയാണ് നടപ്പ്. സന്തോഷവും ദേഷ്യവും ഒക്കെ അവൻ്റെ വാലിലാണ് പ്രകടിപ്പിക്കാറുള്ളത്. രാവിലെ കൂട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് പുറത്ത് വിടുമ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ആൾ നടക്കുക. രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഗാർഡനിലേക്ക് പോകുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ പുതിയതായി വന്ന ചെടികളൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. സൂര്യപ്രകാശം ഉദിച്ചു വരുന്നൊരു സമയമാണ് കേട്ടോ. പൂക്കൾക്കൊക്കെ ഭംഗി കൂടിയിട്ടുണ്ട്. ഈ ഒരു ചെടി പുതുതായിട്ടാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വരുന്നത് കേട്ടോ. വൈറ്റ് കളറിൽ ഇങ്ങനെ പിങ്ക് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു ചെടിയാണിത്. അഗ്ലോണിമ ചെടികളിൽ പലതരം വ്യത്യാസങ്ങളോട് കൂടിയ പല ചെടികളാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വെറൈറ്റീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെറൈറ്റി നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. ഓരോ പ്ലാന്റും ഞാൻ കാണിക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ. പിന്നീട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട മറ്റൊരു ചെടിയാണ് കലാത്തിയ ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ മിനിയേച്ചറും അതുപോലെ ഇതിൻ്റെ വലിയ ഹൈറ്റ് കൂടിയ പ്ലാന്റുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മിനിയേച്ചറാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൽ ഒരു പോട്ടിൽ തന്നെ 2ഉം 3ഉം ഷൂട്ടുകളുള്ള പോട്ടുകളുണ്ട്. സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പോട്ട് എടുത്താൽ 3 തൈകളാക്കിയിട്ട് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതും നമ്മളോട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടവരുണ്ട്. ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക, ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ. കലാത്തിയ ചെടികൾ നടുമ്പോൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ പെർലൈറ്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പെർലൈറ്റ് ആവശ്യമുള്ളവരും അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ അയച്ചു തരുന്നതാണ്. പിന്നീട് വന്നിട്ടുള്ളത് സൂപ്പർ വൈറ്റ് അഗ്ലോണിമയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾക്ക് കിട്ടാതെ പോയ ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. എല്ലാ പ്ലാന്റുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്ലാന്റുകൾ തന്നെയാണ്. ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിലുള്ള ആന്തൂറിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആന്തൂറിയംസിന് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ചെടിയാണ്. പല കളറിൽ നമ്മളെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. മുമ്പ് നമ്മൾ ആന്തൂറിയത്തിൻ്റെ വീഡിയോസ് ഇട്ടത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഓൺലൈൻ സെയിലിൽ വരുന്നുണ്ട്. 250 രൂപയുടെ ആന്തൂറിയത്തിനാണ് വരുന്നത്. ആ ഒരു ആന്തൂറിയം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ ഈ ഒരു ആന്തൂറിയാണ്. ഇതിലെല്ലാം ഡബിൾ ഷൂട്ടാണ്. 2 തൈകളാണ് ഇതിലൊക്കെ ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആന്തൂറിയത്തിനേക്കാളും വില കുറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ആന്തൂറിയം കിട്ടുന്നത്. 2 തൈകളുള്ള ആന്തൂറിയം ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിൽ വൈറ്റ്, പിങ്ക്, റെഡ്, യെല്ലോ, ഗ്രീൻ എന്നീ കളറുകളൊക്കെ അവൈലബിൾ ആണ്. വയലറ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത്. എല്ലാം ഒരുപാട് പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടികളാണ്. അതേപോലെ തന്നെ യെല്ലോ ആന്തൂറിയവും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ഒരു ആന്തൂറിയത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ്. ഇത് ഒരു പോട്ടിൽ തന്നെ 2 തൈകളും 3 തൈകൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കിട്ടുന്നവൻ്റെ ലെക്ക് പോലെ ഇരിക്കും. ഇതിൽ ഒരുപാട് തൈകളുള്ള പ്ലാന്റും ഉണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ആണ്. ഇതിൻ്റെ ഫെഡക്സും ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിലും ഒരുപാട് തൈകളുണ്ട്. എല്ലാ ചെടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഹെൽത്തി ആയ പ്ലാന്റുകളാണ്. മുമ്പ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നത് പിങ്ക് കളറിൽ യെല്ലോ ഫെഡക്സ് ഉള്ള ചെടിയായിരുന്നു. എന്നാൽ ഇത് പിങ്കിൽ നല്ല പിങ്ക് കളർ ഫെഡക്സ് ആയിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെയാണ് യെല്ലോയും. യെല്ലോയിൽ നല്ല ഡാർക്ക് യെല്ലോ ഫെഡക്സുമായിട്ടാണ്. പിന്നീട് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്നിട്ടുള്ളത് ബിർക്കിൻ പ്ലാന്റ് ആണ്. ബിർക്കിന് നല്ല വലിയ പ്ലാന്റാണ് ഇപ്രാവശ്യം ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ബിർക്കിൻ ചെടി നിങ്ങൾ നടുമ്പോൾ കൂടുതൽ വാട്ടറിങ് ഇതിന് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അഗ്ലോണിമ ചെടികൾ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു നടീൽ രീതിയും. വെള്ളവും വളവും ഒക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്.
ഇനി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചെടികളാണ് ബ്രൊമിലിയാഡ് ചെടികൾ. ഈ ഒരു ചെടികൾ 2-3 ഐറ്റംസ് ആയിട്ട് നമ്മൾ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു ചെടി ആദ്യമായിട്ടാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വരുന്നത്. അതുപോലെ തന്നെ ക്രിപ്താന്തസ്, നല്ല ഭംഗിയുള്ള പിങ്ക് കളറും അതിൽ ഷെയ്ഡും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ചെടികൾ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ചെടിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ചെടിയും കൂടിയാണ്. പിന്നീട് പുതുതായി വന്ന അഗ്ലോണിമയാണിത്. ഇത് മുമ്പ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആവശ്യക്കാർ കൂടുതലായിരുന്നു ഈ ഒരു ചെടിക്ക്. ഇനിയുള്ളത് മുമ്പും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉണ്ടായിരുന്ന ചെടികളാണ്. ഈ ഒരു ചെടികളും വീണ്ടും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടവർ ഈ ഫോട്ടോയിൽ കാണുന്ന ഓരോ ചെടിയും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ചെടിയും, ഇതും ഒട്ടുമിക്ക ആളുകളും ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയ ചെടിയാണ്. അതേപോലെ തന്നെ പിങ്ക് എഗ്ലോണിമ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. റെഡും പിങ്കും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ റെഡ് അഗ്ലോണിമയുടെ ലീഫുകൾ കുറച്ച് കട്ടി കൂടിയ ഇലകളായിരിക്കും. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഈ ഒരു ചെടി ഒരു പോട്ടിൽ തന്നെ 2-3 തൈകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയാണ് സെയിൽ ചെയ്യുന്നത്. അല്ലാതെ ഇത് പിരിച്ച് അതിനൊരു റേറ്റ് ഇട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പോട്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം തൈകൾ അതിലുണ്ടാവും. ഈ ഒരു ചെടിയും ഇപ്പം നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളത് എഗ്ലോണിമ റെഡ് വാലന്റൈൻ ആണ്. ഈ ചെടിയും ഒട്ടുമിക്ക ആളുകളും ആവശ്യപ്പെട്ട സമയത്ത് നമ്മുടെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെടിയും ഇപ്പം നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഗാർഡനിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന ഒരു കലാത്തിയ ചെടി കൂടിയാണിത്. ഗ്രീൻ ലീഫുകൾക്കിടയിൽ നല്ല പിങ്കും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ട് തന്നെ ഈ ഒരു ചെടിയെ നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാം. ഒരു പോട്ടിൽ തന്നെ 2 ഷൂട്ടുകളും 3 ഷൂട്ടുകളും ഒക്കെ ഈ ചെടിക്കുണ്ട്. ഇത് ഇതുപോലെ പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത നല്ല ഭംഗിയുള്ള ഗ്രീൻ ടൈപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഈ ഒരു ചെടിയും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തളിരിലകൾക്കൊരു പ്രത്യേകതയാണിത്. നല്ല ലൈറ്റ് ഗ്രീൻ ആയിരിക്കും തളിരിലകൾക്ക്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് കലാത്തിയ റാറ്റിൽ സ്നേക്കാണ്. ഈ ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞ തൈകളുള്ള ഒരു ചെടിയാണിത്. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയ ചെടികൾ വരുന്ന സമയത്ത് ഓരോന്നും ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണിക്കും. ആ കാണിക്കുന്ന സമയത്ത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക. വീഡിയോ ഇട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് കളിയാക്കി തന്നെ ചോദിക്കുന്നവരുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇട്ടത് എന്ന്. ആ സ്പോട്ടിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെടി സ്വന്തമാക്കാൻ കഴിയും. അല്ലാതെ നമുക്കും അത് നിങ്ങൾക്കായിട്ട് സൂക്ഷിച്ച് ഇനി ആളുകൾ വരുമല്ലോ എന്ന് വിചാരിച്ച് വെക്കാൻ സാധിക്കില്ല. പ്ലാന്റുകളാണല്ലോ, എത്രയും പെട്ടെന്ന് അത് എത്തേണ്ടവരുടെ കയ്യിലെത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. പ്ലാന്റുകളെ സ്നേഹിക്കുന്നവർ, അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. പുതിയ ചെടികൾ വരുന്ന സമയത്ത് ഞാൻ ഓരോന്നും വീഡിയോസുകളായിട്ട് ഇതിലിടുന്നതാണ്. ഇനിയും എല്ലാവർക്കും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ചെടികളും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.